നമസ്കാരം. അറ്റൻഷൻ പ്ലീസിലേക്ക് ഏവർക്കും സ്വാഗതം. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കാൻ SUT പട്ടം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റായ ഡോക്ടർ വിഷ്ണുവാണ് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒരു സാധാരണ മനുഷ്യന് കിഡ്നി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ബോഡി എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ എന്തൊക്കെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും? തീർച്ചയായും വളരെ നല്ല ചോദ്യമാണ്. വൃക്ക അസുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിലുണ്ടാകുന്ന ചെറിയ നീരാണ്. അതാണ് ആദ്യം ഉണ്ടാകുന്നത്. രണ്ടാമത് ഉണ്ടാകുന്ന സിംറ്റം എന്ന് പറയുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു വരുന്നതാണ്. സാധാരണ രീതിയിലല്ല നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ഫ്ലഷ് ചെയ്യുമ്പോൾ നമ്മൾ യൂറോപ്യൻ ഗ്ലോസിൽ ഫ്ലഷ് ചെയ്യുമ്പോൾ കുറച്ചൊരു പത കാണും. അങ്ങനെയല്ല, ഇപ്പോൾ സർഫൊക്കെ ഇട്ട് ഫ്ലഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പത പോലെ നല്ല രീതിയിൽ പതഞ്ഞു വരും. അപ്പം കാലിലുണ്ടാകുന്ന നേരിയ നീരും മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു വരുന്നതുമാണ് വൃക്കരോഗത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാല് നീര് വരുന്നത് ഈ കിഡ്നി സംബന്ധമായ രോഗങ്ങളല്ലാണ്ട് ഒരുപാട് നേരം നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ജനറ്റിക്കായിട്ട് ചിലർക്ക് കാണാറുണ്ട് ഈ കാലിൽ നീര് കുറച്ച് നടക്കുമ്പോഴും വല്ലപ്പോഴും നീര് കാണുന്നത്. അതും കിഡ്നിയുടെ പ്രശ്നമായിട്ട് കാണാറുണ്ട്. കാലിലെ നീരെന്ന് പറയുന്നത് കിഡ്നിയുടെ ലക്ഷണം മാത്രമാണ്. കാലിലെ നീര് അദ്ദേഹം പറഞ്ഞതുപോലെ കാലിലെ നീര് ഹൃദയത്തിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടാവാം, കരളിന് അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടാവാം, പിന്നെ അതുമല്ലാതെ വളരെയധികം നേരം നിൽക്കുമ്പോൾ ഉണ്ടാവാം, പിന്നെ നല്ലോണം പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ, അമിതമായ വണ്ണം ഉണ്ടെങ്കിൽ നീരുണ്ടാവാം, തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ നീരുണ്ടാവാം. പിന്നെ വേറെ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടുവേദന, പ്രായമുള്ളവർക്ക് രണ്ട് മുട്ടിന് നല്ല വേദന ഉണ്ടെങ്കിൽ ആ മുട്ട് വലുതായിട്ട് അനക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിലും കുറച്ച് നീര് താഴോട്ട് വരാം. ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഈ നീരുണ്ടാകുമ്പോൾ കാലിലെ നീരുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറേ നേരം നിൽക്കുന്ന നീരൊക്കെയാണെങ്കിൽ നമുക്ക് അതിൽ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ. പക്ഷെ അത് വൃക്കരോഗത്തിൻ്റെ നീരല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതിനൊരു സൈലന്റ് ഡിസീസ് എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കുമോ? തീർച്ചയായിട്ടും. അതായത് ഈ ഇപ്പം കരളിലുണ്ടാകുന്ന പല അസുഖങ്ങളിലും ഈ അതിന്റെ ലക്ഷണങ്ങൾ കുറച്ച് നേരത്തെ കാണിക്കും. മഞ്ഞപ്പിത്തം വരിക, അങ്ങനെ കാണിക്കും. ഹൃദയത്തിനാണെങ്കിൽ നെഞ്ചുവേദന വന്നാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ആശുപത്രി പോകും. പക്ഷെ വൃക്കയുടെ ഈ മൂത്രത്തിലെ പതയും ഈ നീരൊന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാക്കാത്തതുകൊണ്ട് ആൾക്കാർ അതിനെ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഉള്ളിലിങ്ങനെ വൃക്ക പതുക്കെ കേടാവും. അങ്ങനെ ഇത് വർഷങ്ങളോളം, ഒരു മേ ബി ഒരു 5-10 വർഷമൊക്കെ ആകുമ്പോൾ വൃക്കകൾ കുറേ അങ്ങ് കേടാവും. അപ്പം ഈ നീര് കൂടും, ഈ കാലിലെ നീര് കൂടും, ശ്വാസകോശത്തിൽ നീര് വരാം, ശ്വാസം മുട്ടൽ വരാം, ഈ എന്താ പറയുക ചൊറിച്ചിൽ വരാം. അങ്ങനെ പല പല പ്രശ്നങ്ങളിലോട്ട് വരുമ്പോഴായിരിക്കും BP കൂടാം. അപ്പോഴായിരിക്കും അടുത്തൊരു ഡോക്ടറെ കണ്ട് നോക്കുമ്പോൾ ക്രിയേറ്റിനൊക്കെ കൂടുതലായിരിക്കും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ചികിത്സകൾ ചെയ്ത് ആ കിഡ്നിയെ പഴയ പോലെ ആക്കാനുള്ളൊരു സമയം നമുക്ക് ലഭിക്കില്ല. ശരീരത്തിൽ ആദ്യമായി ഈ ചൊറിച്ചിലുണ്ടാവുമെന്ന് ചിലപ്പോൾ ഇതിന് കാരണമാകാറുണ്ട്. അതായത് വൃക്കരോഗം ഇങ്ങനെ സൈലന്റ് പോലെ ആയതുകൊണ്ടാണ്. വൃക്കരോഗം വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ യൂറിയയുടെ അളവ് കൂടും. അപ്പോൾ യൂറിയ വന്നിട്ട് നമ്മുടെ തൊലിപ്പുറത്തേക്ക് വന്ന് അടിഞ്ഞു കൂട്ടിയിട്ട് ചൊറിച്ചിലുണ്ടാവാം. പിന്നെ രക്തസമ്മർദ്ദം, പലപ്പോഴും ചെറുപ്പക്കാരിൽ BP കൂടും. BP കൂടുമ്പോൾ പലപ്പോഴും ചെന്നത് അടുത്തൊരു ഡോക്ടറെ കാണിക്കും. ഡോക്ടർ കുറച്ച് ടെസ്റ്റ് എഴുതാം, അതൊന്നും ചെയ്യാൻ മറിയിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് അങ്ങ് കഴിക്കും. പക്ഷേ വൃക്കരോഗം കൊണ്ടായിരിക്കും ചിലപ്പോൾ BP കൂടിയിരിക്കുന്നത്. പിന്നെ പലപ്പോഴും ഈ ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോയിട്ട് വൃക്കരോഗം ഉള്ളവർക്ക് എല്ലുകളുടെ ബലക്ഷയം ഉണ്ടാവാം. ചിലപ്പോൾ കുഞ്ഞൊരു വീഴ്ചയിലൊക്കെ എല്ല് പൊട്ടാം. ഇങ്ങനെയൊക്കെ നമ്മൾ കിഡ്നി രോഗികളെ കണ്ടിട്ടുണ്ട്. എല്ല് പൊട്ടി കാഷ്വാലിറ്റി വരുമ്പം അവർ റൊട്ടീനായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ 10 വല്ലതും ആയിരിക്കും. പിന്നെ ചൊറിച്ചിലൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ നടന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഡോക്ടർ മൊത്തം ടെസ്റ്റ് ചെയ്യുമ്പം ഇങ്ങനെ വരാം. മനസ്സിലായില്ലേ? പിന്നെ ചിലരിങ്ങനെ വിളർച്ച, ഹീമോഗ്ലോബിൻ കുറഞ്ഞ അനീമിയ, വിളർച്ചയില്ലേ, അതിങ്ങനെ നമ്മൾ കുറേ കാലമൊക്കെ ടെസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചിലപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അയൺ ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു, അങ്ങനെയൊക്കെ അങ്ങ് നടക്കും. അതും ചിലപ്പം വൃക്കരോഗത്തിൻ്റെ ലക്ഷണം ആവാം. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ സമയത്ത് വൃക്കരോഗം കുറേ മൂർച്ഛിച്ച് കാണും. ഈ കാലിലെ നീരും മൂത്രത്തിൽ പത വരുമ്പോഴും ഒക്കെ ആ വൃക്കരോഗത്തിൻ്റെ ആരംഭ ദശ മാത്രമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്ന് കൊടുക്കാനുള്ള സമയം കിട്ടും. നമ്മൾ ഈ ഡയബറ്റീസ് പേഷ്യൻസിന് അല്ലെങ്കിൽ BP ഉള്ള പേഷ്യൻസിനായാലും അത് കാരണം കിഡ്നി ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതായത് വൃക്കരോഗങ്ങളിൽ 70% വൃക്കരോഗങ്ങൾ ഉണ്ടാകുന്നത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നാണ്. അതായത് പ്രമേഹവും BP ആണ് 70%. 100 വൃക്കരോഗങ്ങൾ എടുക്കുകയാണ്. ഇപ്പം എൻ്റെ ഒപ്പിൽ 100 പേഷ്യൻസ് വരുന്നുണ്ടെങ്കിൽ 70 പേര് ഷുഗറും BPയും കാരണം കിഡ്നി അസുഖമുള്ളവരാണ്. 30 പേഷ്യൻസ് ആണ് പ്രാഥമികമായി വൃക്കയ്ക്ക് അസുഖം ഉണ്ടാകുന്നവർ. പ്രാഥമികമായി വൃക്ക വീക്കം തുടങ്ങിയ വൃക്കയെ മാത്രം ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്, അത് വരുന്നവർ. അപ്പം ഈ അതിൽ തന്നെ BPയും ഷുഗറും നോക്കുമ്പം ഷുഗറാണ് ഏറ്റവും കൂടുതൽ. ഡയബറ്റിക് കിഡ്നി ഡിസീസാണ് ഏറ്റവും കൂടുതൽ ഈ വൃക്കരോഗികളിൽ കണ്ടുവരുന്നത്.
പക്ഷെ പലർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു, ഡയബറ്റീസ് കാരണവും ഈ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാൻ. അതും ഒരു ഇതാണ്. അതായത് പലപ്പോഴും നമ്മുടെ ആൾക്കാർ വിചാരിക്കുന്നത് ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ച് കിഡ്നി കേടാന്ന് പറയുന്നത്. അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അവർ പറയും, പലപ്പോഴും നമ്മുടെ ഒപ്പീനിയൻ നമ്മളെടുത്തും പറയും, അതായത് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, മരുന്ന് കുറേ കാലം കഴിച്ചു, മരുന്ന് കഴിച്ച് എൻ്റെ കിഡ്നി കേടായി. പലരും ഈ ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കാതിരിക്കും കിഡ്നി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതവർക്ക് അറിവില്ലായ്മയാണ്. അതായത് കിഡ്നിയെ ബാധിക്കുന്ന ഏറ്റവും വലിയ അസുഖം ഡയബറ്റീസ് ആണ്. ഡയബറ്റീസ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് വൃക്കകളെയും ഞരമ്പുകളെയും കണ്ണിനെയാണ്. പ്രധാനമായിട്ട് ഈ 3 എണ്ണത്തിനെയാണ് ഡയബറ്റീസ് ബാധിക്കുന്നത്. അപ്പോൾ ഡയബറ്റീസ് വരുമ്പോൾ തന്നെ ഈ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിതമായ ഷുഗർ എല്ലാം ചില കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്ന് വൃക്കയിൽ അടിഞ്ഞുകൂടി വൃക്കയിൽ കേടുണ്ടാക്കി തുടങ്ങും. പലപ്പോഴും ഈ ടൈപ്പ് 2, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടല്ലോ, പ്രായമായിട്ട് വരുന്നത്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് കണ്ടുപിടിക്കുന്നത് തന്നെ 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ. പലപ്പോഴും ഇപ്പോഴത്തെ ഭയങ്കര ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ളവർ ഇങ്ങനെ ഇപ്പം 30 വയസ്സ് വെച്ച് അല്ലാത്തവരെല്ലാം പലപ്പോഴും കണ്ടുപിടിക്കുന്നത് 3-4 വർഷം കഴിഞ്ഞായിരിക്കും. ആ 3-4 വർഷം കൊണ്ട് തന്നെ ഈ എക്സ്ട്രാ വരുന്ന ഷുഗറൊക്കെ അടിഞ്ഞു കൂടിയിട്ട് വൃക്കയ്ക്ക് ചെറിയ തോതിൽ തകരാറ് സംഭവിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് കണ്ടുപിടിക്കുമ്പം തന്നെ വൃക്കകളെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എപ്പോഴാണോ ഒരാൾക്ക് ഷുഗർ കണ്ടുപിടിക്കുന്നത്, ഷുഗറിന് ചെറിയ ഷുഗർ ഉണ്ട്, മരുന്ന് കഴിക്കാമെന്ന് ഡോക്ടർ പറയുമ്പം തന്നെ ക്രിയാറ്റിനും യൂറിനിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടോ എന്നുള്ളതും നോക്കണം. വൃക്കരോഗം ഇല്ലെന്ന് ഉറപ്പ് വരുന്നത്. എന്നിട്ട് എല്ലാ വർഷവും ഇത് ചെക്ക് ചെയ്ത് നോക്കണം. ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. നേരത്തെ ഡയബറ്റീസ് പേഷ്യൻസ് മരുന്ന് കഴിക്കാണ്ടും കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞില്ല, ഓവറായിട്ടുള്ള പെയിൻ കില്ലേഴ്സ് യൂസേജ് ഈ കിഡ്നി പ്രശ്നമാകാൻ. പെയിൻ കില്ലേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് കിഡ്നിക്ക് വളരെ ദോഷമാണ്. അതായത് പെയിൻ കില്ലർ എന്ന് പറയുമ്പോൾ എല്ലാ പെയിൻ കില്ലേഴ്സും അല്ല, ചില പ്രത്യേകതരം പെയിൻ കില്ലർ. നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉണ്ട്, NSAIDs എന്ന് പറയും. നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി അതെന്ന് പറയുന്നത് പലർക്കും അതിന്റെ ബ്രാൻഡ് നെയിംസ് അറിയായിരിക്കും. ബ്രൂഫൻ, ഓവറാൻ, അസിക്ലോ എന്നൊക്കെ പറയും. അതായത് ഡൈക്ലോഫിനാക്ക്, അസിക്ലോഫിനാക്ക്, ഇബുബ്രൂഫൻ. ഇതിന്റെ പ്രശസ്തമായ ബ്രാൻഡിലാണ് ഞാൻ പറഞ്ഞത്. മിക്കവരും പോയി അവർ ബ്രൂഫിനും എടുക്ക് എന്നൊക്കെ പറയും. അതൊക്കെ എല്ലായിടത്തും കിട്ടുന്നത് ഓവർ ദ കൗണ്ടർ എന്ന് പറയും. അത് കൊടുക്കുന്നതിൽ തെറ്റില്ല, കൊടുക്കാം. പിന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന കുറച്ച് മരുന്നുകളാണ്. പക്ഷേ ഇത് 1-2 കഴിക്കുന്നുണ്ടല്ല, ഇതിങ്ങനെ വർഷങ്ങളോളം 3-4-5 വർഷങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 3-4 വർഷം കഴിച്ചു വരുമ്പോൾ അത് കിഡ്നിയെ പയ്യെ കേടാക്കിയിട്ട് അത് കിഡ്നി അസുഖമായിട്ട് വരും. പലപ്പോഴും പെൺകുട്ടികൾ ഈ പീരീഡ്സിന്റെ സമയത്ത് പെയിൻ ഉണ്ടാകുമ്പോൾ മെഫ്റ്റാൽ വാങ്ങിച്ച് കഴിക്കും. അപ്പം അത് ഇപ്പം മാസത്തിൽ ഒന്നൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ 5 ദിവസം പീരീഡ് സമയത്ത് ഉണ്ടെങ്കിൽ 5 മെഫ്റ്റാലൊക്കെ കഴിക്കും. അങ്ങനെ എല്ലാ മാസവും കഴിക്കുമെന്ന് ആലോചിച്ച് നോക്കി. ഒരു കൊച്ച് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ട് ചിലപ്പോൾ പെയിനൊക്കെ വന്നിട്ട് ഇങ്ങനെ എല്ലാ മാസവും 5-6 മെഫ്റ്റാലിനെ കഴിച്ച് കുഞ്ഞിന് ഒരു 10-22 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കിഡ്നി പേഷ്യൻ്റായിട്ട് മാറും. മനസ്സിലായില്ലേ? അത് അറിവില്ല, ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇത് കിഡ്നി അസുഖം ഉണ്ടാക്കുമെന്ന് അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കഴിക്കുമ്പോൾ പെട്ടെന്ന് വേദന മാറും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം 22-23 വയസ്സൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച് പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും പിന്നെ ചെക്ക് ചെയ്യുന്നത്, ക്രിയനൊക്കെ ചെക്ക് ചെയ്യുന്നത്. പ്രഗ്നൻസി ആകുമ്പോൾ എല്ലാം ചെയ്യുമല്ലോ. പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാ ടെസ്റ്റും ചെയ്യുമ്പോഴായിരിക്കും കിഡ്നി അസുഖം കണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് വന്നും നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും, ഹിസ്റ്ററി എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ അറിയുന്നത് ഇങ്ങനെ കുഞ്ഞിലേക്ക് കഴിച്ചിട്ടുണ്ടെന്ന്. അതിനേക്കാളും വലിയ അടുത്ത കാലം സംഭവിച്ചതാണ്. ഇവിടെ ഒരു കാസർഗോഡൊക്കെ ഉള്ള പത്രത്തിലൊക്കെ വളരെ വന്നതാണ്. ഫാർമ കമ്പനി അവർക്ക് അംഗീകാരമൊന്നും ഇല്ലാത്തവരായിരുന്നു. അവരും ഫേസ് ക്രീം, മുഖം വെളുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീം ഇറക്കി. അത് വാങ്ങിച്ച് ഇങ്ങനെ കുട്ടികൾ ഉപയോഗിച്ചിട്ട് അതിലെ ഈ മെർക്കുറിയിലേക്ക് കണ്ടന്റ് ഉണ്ടായിരുന്നു. അത് സ്കിൻ വഴി അബ്സോർബ് ചെയ്ത് അത് കിഡ്നിക്ക് അസുഖം ഉണ്ടാക്കിയായിരുന്നു. ഈ ഓവർ ദ കൗണ്ടർ മരുന്ന് വാങ്ങുന്നത് ഭയങ്കര റിസ്ക് ഉള്ള ഓവർ ദ കൗണ്ടർ മരുന്ന് ഇതുപോലെ പെയിൻ കില്ലറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്, ഇങ്ങനെ ചെക്കഡ് അല്ലാതെ കഴിക്കുന്നത് റിസ്ക് ആണ്. പെയിൻ കില്ലേഴ്സ് മാത്രമല്ല, നമുക്ക് ചെറിയൊരു പനി വന്നാൽ പോലും നമ്മൾ അല്ലെങ്കിൽ എന്ത് അസുഖം വന്നിരുന്നാലും ചിലര് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഭാവിയിൽ കിഡ്നി അതൊരു പ്രശ്നമാണ്. പ്രായമുള്ളവർക്ക് കിഡ്നി പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് സ്വാഭാവികം എന്ന് പറയാം. ഈ യങ് ഏജിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് യങ് ഏജിൽ വരുന്നത് യൂഷ്വലി ഞാൻ പറഞ്ഞ മറ്റേ 30%. അതായത് ഈ വൃക്കകളെ ബാധിക്കുന്ന അസുഖം. അതായത് ഇപ്പം ലിവറിന് ഹെപ്പറ്റൈറ്റിസ് വരത്തില്ല, മഞ്ഞപ്പിത്തം വരത്തില്ല, അതുപോലെ വൃക്കയെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. ആ അസുഖമാണ് വരുന്നത്. വൃക്കയെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ഗ്ലോമറുലർ ഡിസീസ് എന്ന് പറയും. ഗ്ലോമറുലർ ഡിസീസസ്, അതിന് IG നെഫ്രോപ്പതി, FSGS, അങ്ങനെ കുറേ അസുഖങ്ങളുണ്ട്. ഇതൊക്കെ വലുതായിട്ട് ബാധിക്കാത്ത കാരണം ആൾക്കാർക്ക് അത്രയും ഫെമിലിയർ അല്ലെന്നേ ഉള്ളൂ. വൃക്കയെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾ വരുമ്പോഴാണ് അവർക്ക് വൃക്കരോഗികളായിട്ട് മാറുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും ബാധിക്കുന്നുണ്ട്? ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. 70% ജീവിതശൈലി രോഗങ്ങളാണ് ഉണ്ടാകുന്നുണ്ട്. ഈ 70% ഇപ്പം ആൾക്കാർ നല്ല ലൈഫ് സ്റ്റൈലൊക്കെ കീപ്പ് ചെയ്ത് BP ഷുഗറും ഒന്നും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ, BP ഷുഗറും ആണല്ലോ 70% രോഗം ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് BP ഷുഗർ ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ, ചിലർക്ക് എത്രയൊക്കെ സൂക്ഷിച്ചാലും ജനറ്റിക് ആയിട്ട് BP ഷുഗറും വരും. എന്നാലും അത് നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല എക്സസൈസും നല്ല ഫുഡും കഴിച്ച് അത് വരികയാണെങ്കിൽ ആദ്യം 70% രോഗങ്ങൾ കുറയ്ക്കാൻ പറ്റും. അതാണ് എൻ്റെ ഇതെന്ന് പറയുന്നത്.
ഈ കിഡ്നി ഹെൽത്തി ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? റെഗുലർ ആയിട്ടുള്ളൊരു ഹെൽത്തി ബോഡി ആയിട്ടുള്ള ഹാബിറ്റ്സ് തന്നെയാണ് വേണ്ടത്. ഷുഗറും ബി പി ഉണ്ടാക്കുന്ന കാരണം നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു 30 വയസ്സ് തൊട്ട് തന്നെ ഒരു ഷുഗർ കുറച്ചുള്ള ഡയറ്റും കൊളസ്ട്രോൾ കുറച്ചുള്ള ഡയറ്റും ഒക്കെ എടുത്ത് നമ്മൾ ശീലിക്കണം. പിന്നെ എപ്പോഴും ഒപ്റ്റിമൽ ഒരു ബോഡി വെയിറ്റ് കീപ്പ് ചെയ്യാനും ഒരു 30 മിനിറ്റ്സ് എക്സസൈസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. പിന്നെ ഈ ഫാസ്റ്റ് ഫുഡുകൾ അറിയാലോ, അതെല്ലാം ഇതുണ്ടാക്കുന്നുണ്ട്, അതെല്ലാം മാക്സിമം ഇത് കഴിച്ചുകൊണ്ട് ഉടനെ കിഡ്നി ഇടണമെന്നല്ല, നമ്മളൊരു ക്രമീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് രുചിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വേണം. നമ്മളൊരു എല്ലാവരും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഒരു ഹെൽത്തി ബോഡി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പം തന്നെ എന്തെങ്കിലും വിപണിയിൽ കേട്ടുള്ള മാജിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഇപ്പം മുഖം വെളുക്കാനുള്ള ക്രീം, അല്ലെങ്കിൽ പെട്ടെന്ന് തടി വയ്ക്കാനുള്ള ഓയിൻമെൻറ്റ്, ഇത് എന്താ പറയുക, ഒരു മരുന്ന് എന്നും പറഞ്ഞൊന്നും മേടിച്ച് കഴിക്കരുത്. കാരണം അതൊക്കെ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ അതിന് എഫക്റ്റ് കാണുമായിരിക്കും, പക്ഷേ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. എന്ത് മരുന്ന് കഴിക്കണമെങ്കിലും അതിൻ്റെ കൺസേൺഡ് ഡോക്ടറോട്ട് കൺസൾട്ട് ചെയ്ത് ആ മരുന്ന്, അതും എല്ലാ മരുന്നുകൾക്കും എപ്പോഴും ഒരു ഒരാഴ്ച 2 ആഴ്ച കഴിക്കാൻ പറ്റത്തില്ല. റെഗുലറായിട്ട് കഴിക്കുന്ന മരുന്നുകൾ ബി പി വിഷയമുള്ള മരുന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മരുന്ന് നിർത്തേണ്ട സമയം എപ്പോഴാണ്, എല്ലാം മനസ്സിലാക്കി വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പോയാൽ പിന്നെ അത് പരിഹരിക്കാൻ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. എക്സസൈസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് കാണില്ല, ജിമ്മിൽ പോയിട്ട് പ്രോട്ടീനുള്ള ചുമ്മാ കടകളിൽ കാണുന്ന പ്രോട്ടീനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതും അത് ഭാവിയിൽ പലരും അവർ പറയുന്നത് സെയിൽ നടത്താൻ വേണ്ടി അവർ പറയുന്നത് കിഡ്നി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളത്. പക്ഷെ അത് എത്രത്തോളം സത്യം ഉണ്ട്? ഇല്ല, പ്രോട്ടീൻ പൗഡർ ജിമ്മിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ ഈ മസിൽ ബിൽഡേഴ്സിനൊക്കെ, എൻ്റെ കുറച്ച് പേഷ്യൻസ് മസിൽ ബിൽഡേഴ്സ് വന്നവർക്കൊക്കെ സ്റ്റീറോയിഡ് ഒക്കെ കഴിക്കാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. അതൊന്നും സ്റ്റീറോയിഡൊക്കെ ഒരു പല ആക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. അത് ഷുഗർ ഉണ്ടാക്കാം, പല പ്രശ്നം ഉണ്ടാക്കാം, അതൊക്കെ തെറ്റാണ്. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന് അങ്ങനെ കഴിച്ചുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രോട്ടീൻ പൗഡർ എടുക്കുന്നതിൽ തെറ്റില്ല, മസിൽ ബിൽഡിങ്ങിന് പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന തെറ്റില്ല. പക്ഷേ ഈ ഓവർ പ്രോട്ടീൻ ആകുമ്പോൾ അത് കിഡ്നിക്ക് എപ്പോഴും ഒരു ഓവർ പ്രോട്ടീൻ വരുമ്പോഴത്തേക്കും, ഒരു ലെവലിനപ്പുറം നമ്മൾ പ്രോട്ടീൻ വരുമ്പോഴത്തേക്കും അത് കിഡ്നിക്ക് ഒരു സ്ട്രെയിൻ എന്തായാലും വരും. പിന്നെ പലപ്പോഴും പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു വരുന്ന പല സാധനങ്ങളിലും അതിൻ്റെ കൂടെ ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ ഉപയോഗിക്കുമല്ലോ, അതൊക്കെ കേടായിരിക്കും. ഇപ്പം പ്രോട്ടീൻ എടുക്കുന്നുണ്ടെങ്കിൽ, നല്ലോണം എക്സസൈസ് എടുക്കുന്നുണ്ടെങ്കിൽ നാച്ചുറൽ പ്രോട്ടീൻ ആയിരിക്കും നല്ലത്. അതായത് എഗ് വൈറ്റ് കഴിക്കാം, അപ്പോൾ നാച്ചുറൽ പ്രോട്ടീൻ അല്ലേ. ചിക്കൻ കഴിക്കാം, ഫിഷ് കഴിക്കാം, ഇതൊക്കെ നാച്ചുറൽ പ്രോട്ടീനാണ്. പ്രോട്ടീൻ പൗഡർ ഇറ്റ്സെൽഫ് നമ്മൾ ഓവറായിട്ട് കഴിക്കുന്നത് പലപ്പോഴും കിഡ്നിക്ക് ഒരു സ്ട്രെയിൻ കൊടുക്കാനായിരിക്കും സാധ്യത. പിന്നെ ഞാൻ പലപ്പോഴും അതിൻ്റെ നോക്കിയിട്ടുള്ളതിൽ ഈ പ്രോട്ടീൻ പൗഡറിൽ നിന്നും അങ്ങനെ ഒരു നമ്മുടെ വിപണിയിൽ അറിയപ്പെടുന്ന വലിയ മാർക്ക് ഇതൊന്നും ഇറക്കിയിട്ടുമില്ല. ഇപ്പം നെസ്ലെ ഇവരൊക്കെ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഇറക്കുന്നവരാണ്. അവിടെ ഒന്നും അല്ല, ഇത് നമ്മൾ കേൾക്കാത്ത പല ബ്രാൻഡുകളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ മാനുഫാക്ചർ എങ്ങനെയാണ്, ഇവരത് പ്രിസർവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിവില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതുപോലെ തന്നെ ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ക്രിയാറ്റിൻ ഈ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ബോഡി ബിൽഡിങ്ങിനൊക്കെ വേണ്ടി ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും. അത് ആക്ച്വലി ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഇനർട്ട് മോളിക്യൂളാണ്. ക്രിയാറ്റിൻ ഒരു മണവും ഗുണവും ഇല്ലാത്ത മോളിക്യൂളാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ക്രിയാറ്റിന് കുറച്ച് നമ്മളിപ്പം കുടിച്ചെന്ന് പറഞ്ഞത് കിഡ്നിക്ക് അത് ദോഷമായിട്ട് വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ അത് മസിൽ ബിൽഡപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞാണ് കഴിക്കുന്നത്. പക്ഷേ ഈ ക്രിയാറ്റിൻ ഇങ്ങനെ കഴിക്കുന്നവരിൽ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ക്രിയാറ്റിൻ കഴിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് പോയി ചിലപ്പോൾ ക്രിയാറ്റിൻ നോക്കുകയാണെങ്കിൽ അവർ ക്രിയാറ്റിൻ കൂടി കാണിക്കും. അപ്പോൾ അവർ കിഡ്നി അസുഖം എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് വരും. അപ്പോൾ നമ്മൾ ക്രിയാറ്റിനൊക്കെ നിർത്തി വെച്ചിട്ട് നോക്കുമ്പോൾ പിന്നെ അത് നോർമലാവും. പിന്നെ ക്രിയാറ്റിൻ എന്നൊരു സാധനം ഇതാണ്, ഇനർട്ട് മോളിക്യൂളാണ്. അതിൻ്റെ ഒരു മണവും ഗുണവും ഇല്ലാത്ത മോളിക്യൂൾ ആയത് കാരണം ഡയറക്റ്റ് ഇതൊരു കിഡ്നിക്ക് ഇഞ്ചുറി ഉണ്ടാക്കുന്നൊന്നും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത സപ്ലിമെന്റ്സ് ഇങ്ങനെ കയറ്റുന്നുണ്ട്. നമുക്ക് ഈ ബി കോംപ്ലക്സ് തന്നെ പ്രൊലോങ്ഡ് പീരീഡ് കഴിക്കുന്നത് നല്ലതല്ല. അതിന് ഹൈപ്പർ വൈറ്റമിനോസ് എന്ന് പറയും. വൈറ്റമിൻ കൂടിയിട്ട് പലരും ഇപ്പം വൈറ്റമിൻ ഡി ഒക്കെ ഇങ്ങനെ പ്രൊലോങ്ഡ് കഴിക്കും. വൈറ്റമിൻ ഡി കൂടുമ്പം കാൽഷ്യം കൂടും, അതിൻ്റെതായ പ്രശ്നങ്ങളിലോട്ട് പോകും. മനസ്സിലായി. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എനിക്കുണ്ടായിരുന്നു, വൈറ്റമിൻ ഡി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു, വൈറ്റമിൻ ഡി കൂടി, വൈറ്റമിൻ ഡി കാരണം കാൽഷ്യം കൂടി, കാൽഷ്യം കാരണം ക്രിയാറ്റിൻ്റെ പ്രശ്നം വന്ന് കിഡ്നിക്ക് അസുഖം വന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും, അല്ലെങ്കിൽ കിഡ്നി കേടാവാണ്ടിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളത്? ഒന്ന്, ഈ പ്രോട്ടീൻ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ്, അങ്ങനത്തെ ഒരു ഡയറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ബേസ് ലൈനായിട്ട് കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കുക. സെറം ക്രിയാറ്റിൻ കിഡ്നി നോർമൽ അറിയാൻ. പിന്നെ യൂറിൻ പ്രോട്ടീൻ നോക്കുക, യൂറിനിൽ പ്രോട്ടീൻ ലീക്ക് വല്ലതും ഉണ്ടോ.
എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ പ്രോട്ടീൻ പൗഡറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ഒരു വർഷത്തിലൊരിക്കലൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്യുക, ഇതിലൊക്കെ എന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ ബി സേഫ് എന്ന രീതിയിൽ എടുക്കാനേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ കേൾക്കുന്നുണ്ട് ഈ ഫിഷ് ഓയിലൊക്കെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അതും ഈ ഫിഷ് ഓയിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളതാണ്. ഫിഷ് ഓയിലൊക്കെ പണ്ടോട്ടേ കഴിക്കുന്നില്ലേ, ഫിഷ് ഓയിലൊന്നും അങ്ങനെ കേടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് ഒരു കിഡ്നി പേഷ്യന്റ് ഏത് സ്റ്റേജിലാണ് ഡയാലിസിസിലോട്ട് കിടക്കേണ്ടത്? അതായത് ഡയാലിസിസ് 2 രീതിയിലാണ്. പെട്ടെന്നുള്ള വൃക്കസ്തംഭനം എന്ന് പറയുന്നത് ഇപ്പം ഇൻഫെക്ഷൻ, പാമ്പ് കടി അങ്ങനെയൊക്കെ ഉണ്ട്. പെട്ടെന്ന് വൃക്കസ്തംഭനം വന്ന് ഇവർക്ക് ടെമ്പററി ആയിട്ട് ഷട്ട് ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യും. പിന്നെ അസുഖം മാറുമ്പോൾ കിഡ്നി റിക്കവർ ചെയ്യും. അതാണ് ഒരു ഡയാലിസിസ്. രണ്ടാമത്തെ പറഞ്ഞാൽ ക്രോണിക് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് ഈ കിഡ്നി അസുഖം ഉള്ളത് പതുക്കെ മോശപ്പെട്ട് വന്നിട്ട് ക്രിയാറ്റിൻ സ്റ്റേജ് 5 ആയി, ക്രിയാറ്റിൻ 10ന് മുകളിൽ, കിഡ്നിയുടെ ഫംഗ്ഷൻ 10% താഴേക്കാവുമ്പോൾ നമ്മൾ സ്ഥിരമായി ഡയാലിസിസ് ചെയ്യാൻ പറയും. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതൊക്കെ അവർക്ക് ഈ ഭാവിയിൽ ബുദ്ധിമുട്ടാവുമോ? ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം പുതിയ ഹെൽത്ത് സ്റ്റഡീസ് അനുസരിച്ച് അഡ്വൈസബിൾ അല്ല. അതിന് അതിൻ്റെതായ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ഒരു നോർമൽ ഡയറ്റാണ് എപ്പോഴും നല്ലത്. ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും അതും ഈ കിഡ്നിക്ക് പ്രശ്നമാകുന്ന ഒരു കാര്യങ്ങളല്ലേ? അതിൽ ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കും. കാരണം സ്മോക്കിംഗ് കിഡ്നിയുടെ രക്തക്കൊള്ളുകളെ ചുരുക്കിയിട്ട് സ്മോക്കിംഗ് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കും. ആൽക്കഹോൾ ഡയറക്റ്റ് ആയിട്ട് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഡയറക്റ്റ് ആയിട്ട് കിഡ്നിക്ക് കുഴപ്പം ഉണ്ടാക്കത്തില്ല. ആൽക്കഹോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ആൽക്കഹോൾ കഴിക്കുന്നവരിൽ ഷുഗർ, ഡയബറ്റീസ് ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഡയബറ്റീസ് കിഡ്നിക്ക് അസുഖം ഉണ്ടാക്കാം. ആൽക്കഹോൾ കഴിക്കുന്നവരിൽ ലിവർ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ആ ലിവർ ഡിസീസ് കാരണം കിഡ്നി കേടാവാം. ഇൻഡയറക്റ്റ് റിലേഷൻ എന്ന് പറയും. ഡയറക്റ്റ് പക്ഷേ സ്മോക്കിംഗ് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിഡ്നി അഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ, അധികം വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ ഈ ഭാവിയിൽ കിഡ്നി പ്രശ്നം ഉണ്ടാവും. ഡീഹൈഡ്രേഷൻ കിഡ്നിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നത് 2 ലിറ്ററെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾ 10 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കണം. അല്ലെങ്കിൽ അത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. കിഡ്നിക്ക് മാത്രമല്ല, ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും അതൊരു ജലാംശം, നിർജ്ജലീകരണം ഉണ്ടാക്കാം. അത് ശരീരത്തിന് കേടാണ്. 10 ഗ്ലാസ് വെള്ളം എന്തായാലും കുടിക്കണം. ലോങ് വർക്കിംഗ് അവേഴ്സ് ഒക്കെ ഇരിക്കുന്നവർ ചിലർക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഈ സമയത്തിന് കിട്ടത്തില്ല. അതൊക്കെ ഭാവിയിൽ പ്രശ്നമാണ്. അത് കൊണ്ടുപോകണം, കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകണം. വെള്ളം കുടിക്കുന്ന ആരും പറയത്തില്ലല്ലോ, കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകണം. അതുപോലെ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇപ്പോൾ, ഈ അതും ഈ സപ്ലിമെന്റ്സിന്റെ കൂടെ പറയുന്നതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റും ഇതുപോലെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അല്ല, അതങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം പ്രോട്ടീൻ യൂഷ്വലി ഒരു ഹെൽത്തി കിഡ്നിക്ക് ഇപ്പോൾ എത്ര പ്രോട്ടീൻ കഴിച്ചാലും കിഡ്നിക്ക് അത് ഫിൽറ്റർ ചെയ്യാനുള്ള കഴിവും ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം കിഡ്നി അസുഖമുള്ളവർക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ഇങ്ങനെ ഹൈ പ്രോട്ടീൻ മസിലിന് എടുക്കുന്നവർ ഫ്രീക്വൻ്റ് ആയിട്ട് കിഡ്നിയുടെ സ്റ്റാറ്റസ് അസസ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. എന്തെങ്കിലും രീതിയിലൊരു ഇത് കാണുകയാണെങ്കിൽ, യൂറിൽ പ്രോട്ടീനെ കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. യൂറിൽ പ്രോട്ടീൻ ലീക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കിഡ്നിക്ക് അത്രയും പറ്റുന്നില്ല ഫിൽറ്റർ ചെയ്ത് കളയാം. ഓരോരുത്തരുടെ കിഡ്നി ഓരോ കപ്പാസിറ്റിയിൽ അത്രയും, അല്ലെങ്കിൽ അവരൊരു കഴിക്കുന്ന ലെവൽ കൂടുതലായിരിക്കും. യൂറിൽ പ്രോട്ടീൻ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഹൈ പ്രോട്ടീൻ എടുത്ത് പോകരുത്, അത് കിഡ്നിയെ ഗ്രാജുവലി കേടാക്കും. അത് ഓൾറെഡി ചെക്ക് ചെയ്ത് ഇടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ കാലിൽ നീരും യൂറിനിൽ പത വരുന്നത് നമുക്ക് പറഞ്ഞു, അത് വലിയ കുട്ടികൾക്ക്, നമുക്ക് വലിയ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് ഒക്കെ എങ്ങനെ, ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കും ഓക്കെ കിഡ്നി പ്രശ്നം ഉണ്ടെന്നുള്ളത്. പാരന്റ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. പാരന്റ്സ് ശ്രദ്ധിച്ച് അവരെ ടെസ്റ്റ്, ഡോക്ടറെ അടുത്ത് ടെസ്റ്റ് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അവർക്കെട്ട് അറിയാൻ പാടായിരിക്കില്ലേ. പിന്നെ കുട്ടികളിൽ അങ്ങനെയല്ല, കുട്ടികളിൽ കിഡ്നി അസുഖം കുറവാണ്, വരുന്നാലും വേറെ ലെവലിലാണ് വരുന്നത്. വലിയ നീര് അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് വരുന്നത് കൊച്ചു കുട്ടികളിൽ. നെഫ്രോട്ടിക് സിൻഡ്രോം ആയിട്ടൊക്കെ ദേഹം മൊത്തം നീരായിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ പുതിയ കാലത്തിൽ കിഡ്നി പരമായിട്ട് എന്തെങ്കിലും ഈ പെട്ടെന്ന് ആൾക്കാർക്ക് രോഗങ്ങൾ വരുന്നില്ലേ, അങ്ങനെ കൂടിയിട്ടുണ്ടോ അസുഖങ്ങൾ? ഇല്ല, അങ്ങനെ കൂടിയിട്ടില്ല. വൃക്കരോഗം കൂടുന്നതിന് 2 റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് ഒരു തെറ്റായ റീസണാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുന്നുണ്ട്, ഡയബറ്റീസ് BP കൂടുന്നുണ്ട്, കിഡ്നി രോഗങ്ങൾ കൂടുന്നുണ്ട്. 2 നല്ല റീസണാണ്. ആൾക്കാരുടെ ജീവിതദൈർഘ്യം കൂടുന്നുണ്ട്. ആൾക്കാരുടെ ജീവിതദൈർഘ്യം കൂടുന്നതുകൊണ്ട് കിഡ്നി അസുഖങ്ങൾ കൂടുന്നുണ്ട്. കാരണം കാലപ്പഴക്കം ഉണ്ടാകുമ്പം എല്ലാ അവയവങ്ങളും കാലപ്പഴക്കം ഉണ്ടാവുമല്ലോ. ഒരു കാറ് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 10 വർഷമാകുമ്പോൾ വലിയ പ്രശ്നം കാണത്തില്ല, 20 വർഷമാകുമ്പോൾ അതിന് പ്രശ്നം വരും. അതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും കാലപ്പഴക്കം വരുമ്പോൾ ഓരോരോ അവയവങ്ങളായിട്ട് കേടാവും. പക്ഷെ അത് നമുക്ക് ജീവിതദൈർഘ്യം കൂടിയുണ്ടല്ലേ. പണ്ടെന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസ് ഒക്കെ 40-50 വയസ്സിനപ്പുറം പോകില്ലായിരുന്നു എന്തെങ്കിലും കോംപ്ലിക്കേഷൻ. ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ 80-90 സുഖമായിട്ട് പോകും. അപ്പോൾ അവർക്ക് ഷുഗർ അടിഞ്ഞ് കിഡ്നി അസുഖം കുറച്ചൊക്കെ വരും. അത് പക്ഷേ അവർക്ക് ജീവിതദൈർഘ്യം കൂടിയോണ്ടാണ് അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. അതൊരു വേറെ രീതിയിൽ അതൊരു നല്ല കാര്യം കൂടിയാണല്ലോ. അവർക്ക് ജീവിതദൈർഘ്യം കൂടിയോണ്ടാണല്ലോ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നതും അത് നമുക്ക് ചികിത്സിക്കാനും പറ്റുന്നുണ്ട്, അങ്ങനത്തെ കാര്യം.
ഡയാലിസിസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് നോർമൽ ലൈഫ് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇല്ല, നോർമൽ ലൈഫാണ്. അതൊക്കെ തെറ്റി തന്നെയാണ്. ഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ലൈഫാണ്. ഡയാലിസിസ് എന്ന് വേറെ ഒന്നുമില്ല. കിഡ്നി ചെയ്യുന്ന പ്രവർത്തനം പുറത്തൊരു മെഷീൻ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കിഡ്നിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മളിപ്പം HBക്ക് നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ഡയാലിസിസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫുഡും കഴിച്ച് നല്ല രീതിയിൽ എക്സസൈസും ചെയ്ത് പോകുന്ന ഒരു നോർമൽ ഇത് തന്നെയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ രാവിലെ 4 മണിക്ക് വന്ന് ഡയാലിസിസ് ചെയ്ത് 8 മണിക്ക് ഡയാലിസിസ് ചെയ്തിട്ട് പഠിപ്പിക്കാവുന്ന ടീച്ചർമാരുണ്ട്. ജോലിക്ക് ഈ എന്താ പറയുക, KSBയിൽ മാനുവൽ ജോബിന് പോകുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? നോർമൽ ജോബിന് പോകുന്ന ആൾക്കാരുണ്ട്, ബിസിനസ് പോകുന്ന ആൾക്കാരുണ്ട്, എല്ലാം പോകുന്നുണ്ട്. അതൊരു ഡയാലിസിസ് ഒന്നും ഒരു വിഷയമല്ല. നോർമൽ ലൈഫിനൊന്നും ഒരു പ്രശ്നമില്ല. കല്യാണം കഴിക്കുന്നതിനോ കുട്ടികളുണ്ടാവുന്നതിനോ ഒന്നും ഒരു പ്രശ്നമാകത്തില്ല. എക്സസൈസിന് പോലും പ്രശ്നമില്ല. ഒന്നുമില്ല. അവർക്ക് മീൻസ് ഓവർ എക്സസൈസ് പറ്റത്തില്ല. ഗ്രാജുവൽ വാക്കിംഗ്, ജോഗിങ് അതൊക്കെ പറ്റും. നമുക്ക് ഈ ഡയാലിസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ വൃക്ക മാറ്റിവെക്കേണ്ട അവസ്ഥ വരുമല്ലോ, അത് ഏത് സ്റ്റേജിലായിരിക്കും? അത് ഇതുപോലെ 2 ഡയാലിസിസ് പറഞ്ഞല്ലോ, പെട്ടെന്നുള്ള ഡയാലിസിസും പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഡയാലിസിസ്. സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിൽ 60 വയസ്സിന് താഴെയുള്ള പേഷ്യൻസിന് ജീവിതദൈർഘ്യം കൂടുതലായതുകൊണ്ട് അവർക്ക് ട്രാൻസ്പ്ലാന്റ് ആണ് പറയുന്നത്, വൃക്ക മാറ്റിവെക്കില്ല. 60 വയസ്സിന് മേലുള്ളവർക്ക് നമ്മൾ ഡയാലിസിസ് ചെയ്താലും മതി, കുഴപ്പമില്ലെന്ന് പറയും. അവർക്കും വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന്, അടുത്ത ബന്ധുക്കൾ ഡൊണേറ്റ് ചെയ്യുന്നത്, അവരുടെ ഒരു കിഡ്നി കൊടുത്തോണ്ട് ഒന്നും സംഭവിക്കത്തില്ല. 2 എന്ന് പറയുന്നത് ഇങ്ങനെ ബ്രെയിൻ ഡെത്ത് ആവുന്ന പേഷ്യൻ, ആക്സിഡന്റിലൊക്കെ മരിക്കുന്ന പേഷ്യൻസ് ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് വഴി കിട്ടുന്നത്. ഇങ്ങനെ 2 രീതിയിലാണ് വൃക്ക മാറ്റിവെക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഈ വൃക്ക മാറ്റിവെക്കുമ്പോഴേ പലരും മടിക്കുന്ന പറഞ്ഞാൽ ഒരു വൃക്ക കൊണ്ടിട്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ള കാര്യം ഡൊണേറ്റ് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരാണ്. അത് പക്ഷെ അങ്ങനെ ഉണ്ടോ? പഠനങ്ങൾ കാണിക്കുന്നത് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് കാണിക്കുന്നത്. പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. ഇൻഫാക്ട് ഇപ്പോൾ ഒരാൾ കിഡ്നി ഡൊണേറ്റ് ചെയ്തു, അയാളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ബാക്കി 48 പേര് കിഡ്നി ഡൊണേറ്റ് ചെയ്തില്ല. കാരണം അവർക്കാർക്കും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഈ 50 പേര് ഒരു ക്ലാസ്സിലുണ്ട്. അപ്പം അതിൽ ഒരു 50 പേരുള്ള ഒരു ക്ലാസ് എന്ന് വെച്ചോളൂ. അതിൽ ഈ 50 പേരുള്ള ക്ലാസ്സിൽ ഒരു പയ്യൻ മാത്രം വലുതായപ്പോൾ അവൻ്റെ സഹോദരന് കൊടുത്തു വെച്ചോളൂ. ബാക്കി നമുക്ക് കൊടുക്കേണ്ടതില്ല. ആരാണ് കൂടുതലും ജീവിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഈ 50 പേരിൽ ഏറ്റവും കൂടുതലും ജീവിക്കുന്നത് കിഡ്നി കൊടുത്ത ആളായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ കിഡ്നി കൊടുക്കുന്നെങ്കിൽ അവൻ കംപ്ലീറ്റ് ഹെൽത്തി ആണെങ്കിൽ എടുക്കത്തുള്ളൂ. അപ്പോൾ അവനെ ഫുള്ള് ടെസ്റ്റ് ചെയ്ത് ഒരു അസുഖം ഇല്ലെങ്കിൽ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അവൻ കംപ്ലീറ്റ് ഹെൽത്തി ആവുന്ന ഒരാൾ കൂടുതലും ജീവിക്കും എന്നുള്ള ഇതാണ്. മറ്റുള്ളവർക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാവില്ല, നമുക്കറിയത്തില്ല. അതാണ് കാര്യം. അതുകൊണ്ട് കിഡ്നി കൊടുക്കുന്നതുകൊണ്ട് പഠനങ്ങൾ കാണിക്കുന്നത് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്നാണ്. കാരണം ഒരു മനുഷ്യന് ഒരു കിഡ്നി മതി ജീവിക്കാൻ വേണ്ടിയിട്ട്. 10,000-ൽ ഒരാൾ ഒരു കിഡ്നിയായിട്ട് ജനിക്കുന്നത് തന്നെ, നമ്മുടെ പല പ്രശസ്ത വ്യക്തികളും ഒരു കിഡ്നിയായിട്ട് ജനിച്ചു വരാം. അതൊക്കെ അറിയുന്നത് തന്നെ അവർക്ക് പിന്നെ എന്തെങ്കിലും അസുഖം, ചെറിയ വയറുവേദന വരുമ്പോൾ സ്കാൻ ചെയ്യുമ്പോഴാണ് ഒരു കിഡ്നി ഉള്ളതെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൺസേൺ ഇല്ല, കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു കൗതുകത്തിന് ചോദിക്കുക, ഇപ്പോൾ കിഡ്നി മാറ്റിവെക്കുന്നില്ലേ, കിഡ്നി മാറ്റിവെക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ അങ്ങോട്ട്? അത് പണ്ടത്തെ പോലെ മടിക്കുന്ന ആൾക്കാരുണ്ടോ? മിക്കവരും ഇപ്പം മക്കൾക്ക് അസുഖം വന്നാൽ അച്ഛനും എന്തായാലും കൊടുത്തിരിക്കും. അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണെങ്കിൽ അവർ പിന്നെ ചോദ്യം പറിച്ചിട്ടൊന്നും ഇല്ല. ഇപ്പം മക്കൾക്ക് കിഡ്നി അസുഖം വരികയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർ എന്തായാലും കൊടുത്തിരിക്കും, അതിലൊരു സംശയമില്ല. സഹോദരങ്ങളും മിക്കവരും കൊടുക്കും. അങ്ങനെ വേറെ ഫോർമാലിറ്റീസ്, ലീഗൽ പ്രശ്നങ്ങളോ അങ്ങനെ ഇല്ല. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, ഇത്രയും പേർക്ക് നമ്മൾ ഏത് ഹോസ്പിറ്റലാണോ കിഡ്നി മാറ്റി വയ്ക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ഗവൺമെന്റ് ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ അപ്രൂവൽ മതി. പുറത്തുനിന്നുള്ള ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? അത് പുറത്തുള്ളവരാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പം സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയും. അതായത് ഇപ്പം ഭർത്താവിന്റെ അനിയൻ, ഭാര്യയുടെ അനിയത്തി, ഇപ്പം അങ്ങനെയുള്ളവരൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയും. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അത് ഹോസ്പിറ്റൽ കമ്മിറ്റി കഴിഞ്ഞ് ഗവൺമെന്റ് കമ്മിറ്റിക്ക് പോകണം. ഗവൺമെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും ഗവൺമെന്റിന്റെ ആൾക്കാരുള്ളൊരു കമ്മിറ്റിയുണ്ട്. അതെല്ലാം 2 മാസവും കൂടും. ആ കമ്മിറ്റിയിൽ അപ്രൂവൽ വേണം. നമുക്കിപ്പോൾ ഒരു പുറത്തുനിന്ന് ഒരാൾക്ക് ഇപ്പോൾ കിഡ്നി ഒരാൾ ഫെയിലിയർ ആണ്, കിഡ്നി വേണമെന്ന് നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ അറിയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പോർട്ടൽ എന്തെങ്കിലും ഉണ്ടോ? ഗവൺമെന്റ് എന്തെങ്കിലും പരിപാടി, സ്കീം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് ലൈവ് കിഡ്നി എന്ന് പറയുന്നത് നമ്മൾ വെർബലി ചോദിച്ച് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളിപ്പം എന്താ പറയുക, ഇപ്പം കിഡ്നി അസുഖമുള്ളവർ അപ്പം സഹോദരങ്ങളുടെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് അസുഖമുണ്ട്, കിഡ്നി തരുമ്പോൾ അവരുടെ പരിചയമുള്ള ബന്ധുക്കളുടെ അടുത്തൊക്കെ ഇങ്ങനെ അവർ റിക്വസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർ അറിഞ്ഞിങ്ങ് കൊടുക്കും. മനസ്സിലായില്ലേ? അല്ലാതെ മറ്റേ ബ്രെയിൻ ഡെത്തിനുള്ള പേഷ്യൻസിന് ഗവൺമെന്റിന്റെ മൃതസഞ്ജീവനി രജിസ്റ്റർ ചെയ്യണം. ഗവൺമെന്റിന്റെ മൃതസഞ്ജീവനി രജിസ്റ്റർ ചെയ്യുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് കിട്ടും. അല്ല, അതുപോലെ കിഡ്നിക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചതാ. ഹാർട്ടിന് നമ്മൾ മൃതസഞ്ജീവനി രജിസ്റ്റർ ചെയ്യാം. അല്ല, കിഡ്നിക്കും തന്നെയാണ്. കിഡ്നിക്കാണ് തുടങ്ങിയത് മൃതസഞ്ജീവനി. കിഡ്നിക്കാണ് മൃതസഞ്ജീവനി തുടങ്ങിയത്. കിഡ്നിയാണ് മെയിൻ വരുന്നത്. ഈ വിഷയം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.